വീട്ടിലെ അടുക്കളയിൽ പാചകവാതകമായിട്ട് വന്ന് മാറുന്നത് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി. ഇതോടൊപ്പം തന്നെ തടയപ്പെട്ടു പോയ ഒന്നായിരുന്നു എടമൺ കൊച്ചി പവർ നേവി. അതും പൂർത്തിയായി ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ രംഗം 5 ലക്ഷം കുട്ടികളോളം ഒഴിഞ്ഞു പോയതായിരുന്നു. ഇപ്പോ ആ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ആർക്കും വലിയ ആശങ്കയില്ല. ഒരു വ്യത്യാസം നമ്മൾ ഓർത്താൽ മതി. അതിന് മറ്റു കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ കാലത്താണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വല്ലാത്ത ആശങ്കയിലായിരുന്നു. കാരണം പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പുസ്തകമില്ല, പാഠപുസ്തകമില്ല. ഇപ്പൊ പലരും പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റേറ്റ് എടുക്കേണ്ടി വന്നു. ഇപ്പോ നമ്മുടെ കേരളത്തില് നേരത്തെ തന്നെ പാഠപുസ്തകം കൊടുക്കുക. ഇപ്പോ ഇന്നലെ സ്റ്റേറ്റില് എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. നേരത്തെ തന്നെ ചിലതിന് തുടക്കവും കുറിച്ചു കഴിഞ്ഞു. ഇത് അസാധ്യമായൊരു കാര്യമല്ല. കാരണം അടിക്കാൻ പ്രസ് നമ്മുടെ നാട്ടിലുണ്ട്. ഏതാണ് പുസ്തകം അടിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അത് അടിച്ച് തയ്യാറാക്കലേ ഉള്ളൂ. അത് തയ്യാറാക്കാത്തത് കൊണ്ടാണല്ലോ അധ്യയന വർഷത്തിന്റെ അവസാനം വരെ പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റേറ്റ് എടുക്കുന്ന കാഴ്ച 2016 കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ കെടുകാര്യസ്ഥതയുടെ പാരമ്യത എത്രത്തോളം ആകാം എന്നതിന്റെ ഉദാഹരണമായിരുന്നല്ലോ. ഇപ്പോ ആ രംഗത്ത് മാറ്റം വന്നല്ലോ. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റം ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. ആരോഗ്യരംഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ലോകത്തെ വറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ആ കോവിഡിന് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയപ്പോൾ ആ കേരളത്തെ രാജ്യവും ലോകവും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കോവിഡിന്റെ ഏറ്റവും മൂർധന്യ ദശയിൽ നമ്മുടെ ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. കോവിഡ് ഏറ്റവും മൂർധന്യ ദശയിൽ മറ്റു പല രാജ്യങ്ങളും വല്ലാതെ പ്രയാസപ്പെട്ടതും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണതും അവിടെ വെന്റിലേറ്റർ സൗകര്യമില്ലാത്തത് കൊണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിനുള്ള വെന്റിലേറ്ററുകൾ അപ്പോഴും ഒഴിവുണ്ടായിരുന്നു. ഇതെല്ലാം സാധിച്ചത് എന്തുകൊണ്ടാണ്? ചിലയിടങ്ങളില് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞവർക്ക് പിന്നെ കോവിഡ് ബാധിച്ച് ചികിത്സ ഉണ്ടായിരുന്നില്ല. കാരണം കിടത്താൻ ബെഡില്ല. ഈ കിടത്തുന്നതിന് വെന്റിലേറ്റർ ഇല്ല, മറ്റ് ആവശ്യമായ സൗകര്യങ്ങളുള്ള ബെഡുകളില്ല. അങ്ങനെ വന്നപ്പോ ഒരു നിശ്ചിത പ്രായത്തിന് മേലെയുള്ളവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയും ഇവിടെ അത്തരം ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മൂമ്മയൊക്കെ കോവിഡ് ബാധിച്ച് തിരിച്ചു വന്ന വാർത്ത നമ്മൾ നല്ല ആവേശത്തോടെയല്ലേ കേട്ടത്. അതായിരുന്നല്ലോ കേരളം. എന്തുകൊണ്ടാണ് കേരളത്തിന് അത് സാധിച്ചത്? അതാണ് നോക്കേണ്ടത്. 2016 അവസ്ഥയാണ് തുറന്നിരുന്നെങ്കിൽ മറ്റു പലയിടത്തും സംഭവിച്ചത് തന്നെ സംഭവിക്കുകയായിരുന്നു. പക്ഷെ 2016 ശേഷം നമ്മുടെ കേരളത്തില് ആർദ്രം മിഷൻ നടപ്പാക്കി. അതിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് ആശുപത്രി തൊട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കി. മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന നിലവിൽ അങ്ങനെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിലൂടെയാണ് ഈ പറയുന്ന
മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിലെല്ലാം നല്ല രീതിയിലുള്ള പങ്ക് നമ്മുടെ കിഫ്ബി എന്ന ധനസ്രോതസ്സിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, 2016 ശേഷം നാം ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിട്ട സാഹചര്യം ഒരു സാധാരണ അവസ്ഥയായിരുന്നില്ല എന്നത് ഓർക്കണം. നമുക്ക് ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയുണ്ടായി. നിപ്പ, ഓഖി, 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന ലോകത്തെ വറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, ഇതെല്ലാം അതിന്റെ അതിരൂക്ഷമായ സ്വഭാവത്തോടെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. നമ്മുടേതുപോലൊരു സംസ്ഥാനം തകരാൻ പിന്നെ എന്ത് വേണം? പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്ത ഭൂമി നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന തന്നെ ഒരു കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട് എന്ന് വ്യക്തമായി എഴുതി വെച്ച ഭരണഘടനയാണ് നമ്മുടേത്. അത് മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യം അതിന്റെ സ്വാദ് അനുഭവിക്കാനേ കഴിഞ്ഞിട്ടില്ല. 2018 മഹാപ്രളയം ഉണ്ടായിട്ടും കേരളം ആകെ തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥ വന്നിട്ടും നമ്മെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. അതാണ് നമ്മുടെ അനുഭവം. പക്ഷെ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമ്മുടെ നാടിനെ അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു. ആ അതിജീവനത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നാം കടന്നു. ഈ കാര്യത്തിൽ പിന്നീട് രാജ്യവും ലോകവും നമ്മെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ കേരളത്തിന് ഈ രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞത്? അതിന്റെ കാരണം നാടിന്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയുമായിരുന്നു. ആ ഐക്യവും ഒരുമയും ഏത് അസാധ്യമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യവും സാധ്യമാക്കുന്നതിനുള്ള ശേഷി നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക്, അതിജീവനത്തിലേക്ക്, മറ്റുള്ളവർ നല്ല മാതൃക എന്ന് പ്രശംസിക്കുന്ന തരത്തിലുള്ള അതിജീവനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇവിടെ ഈ ഘട്ടത്തിലെല്ലാം കേന്ദ്രം സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ആ കേന്ദ്ര സഹായം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്ന് പറയാൻ നമ്മുടെ സംസ്ഥാനത്തെ ചിലർക്ക് വല്ലാത്ത മടിയുണ്ട്. ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് നിന്നത് എന്നത് മറ്റൊരു കാര്യം. പക്ഷെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമായിരുന്നു. നമ്മുടെ കേരളത്തിന് ആവശ്യമായ സഹായം നൽകാത്തതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർന്നില്ല. എന്നാൽ മറ്റു ചില ശബ്ദങ്ങൾ ഉയരുകയും ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പണം വേണമല്ലോ കാര്യങ്ങൾക്ക്.
ആ പണത്തിന് ഉള്ള വഴികൾ ആലോചിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നമ്മുടെ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായിട്ട് സർക്കാരിന് നൽകണം. തിരിച്ചു കൊടുക്കാനുള്ളതാണ്, അവരെ ശമ്പളം മുടക്കില്ല. അതായിരുന്നു സാലറി ചാലഞ്ച്. അതിനെയാണ് അന്ന് പ്രതിപക്ഷം എതിർത്തതെന്ന് ഓർക്കണം. അതിനെതിരെ കോടതിയിൽ പോയവരുണ്ട്. ഈ പണം കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. എന്താണ് അവരുടെ വികാരം? ഇതുപോലൊരു ആപൽഘട്ടത്തിൽ നാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി എല്ലാവിധ സഹായവും ചെയ്യേണ്ട ഘട്ടത്തിൽ അതിനെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഏതായാലും ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ വലിയ തോതിലുള്ള തെറ്റായ പ്രചരണം അഴിച്ചുവിടാനാണ് വലിയ ശ്രമങ്ങൾ നടന്നത്. അതിന്റെ ഒരു കാര്യം, നമ്മുടെ കടം വൻപിച്ച കടമാണ്. കേരളം കടക്കെണിയിലായിരിക്കുകയാണ്. ഇങ്ങനെയൊരു ഭീതിജനകമായ പ്രതീതി കടക്കണിയെ പറ്റിയുള്ള പ്രചരണത്തിലൂടെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു. എന്താണ് അവസ്ഥ? ഇപ്പൊ നമ്മുടെ ലോകത്താകെ കോവിഡ് കാലത്ത് വായ്പാ വരുമാന അനുപാതം വർദ്ധിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. നമുക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊന്നും പറ്റുമായിരുന്നില്ല. ഇവിടെ ആ ഘട്ടത്തിൽ നമ്മുടെ വായ്പാ വരുമാന അനുപാതം വർദ്ധിച്ചിരുന്നു. പക്ഷെ നമ്മൾ കാണേണ്ടത് 2020-21 38%. അത് 2023-24 ആയപ്പോ 34% കുറഞ്ഞു. ഇനിയും കുറയും. ഇത് നല്ല സിഗ്നലായിട്ടാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ കാണുന്നത്. അപ്പോ കടക്കണി എന്ന് പറയുന്നത് ശുദ്ധ വികസന വിരുദ്ധ പ്രചരണം മാത്രമാണ്. നമ്മുടെ നാടിനെതിരെ അഴിച്ചുവിടുന്ന ഒരു വികസന വിരുദ്ധ പ്രചരണമായിട്ടാണ് അതിനെ നാം കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇപ്പോ വീടില്ലാത്ത പാവപ്പെട്ടവർ ആ വീടെന്ന സ്വപ്നത്തോടെ മണ്ണിടിഞ്ഞു പോയ ഹതഭാഗ്യർ, അത്തരമൊരവസ്ഥ പരിഹരിക്കുന്നതിനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആ ലൈഫ് പദ്ധതിയിൽ നമുക്കിപ്പോ 4.5 ലക്ഷത്തിലധികം വീടുകളാണ് സംസ്ഥാനത്താകെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബാക്കിയുള്ള വീടുകൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ 5 ലക്ഷത്തിലേക്ക് എത്താനാണ് പോകുന്നത്. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു നേരത്തെ. 2016 അധികാരത്തിൽ വന്ന സർക്കാർ ആദ്യ പരിശോധന അതിനെക്കുറിച്ച് നടത്തുമ്പോൾ അന്ന് 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. അന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗം 2016 ആ കുടിശ്ശികയാകെ കൊടുത്തു തീർക്കാനാണ് തീരുമാനിച്ചത്. 18 മാസം. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ വർധനവ് തുടങ്ങി. 600-ൽ നിന്ന് 1600-ലേക്ക് എത്തി. അതിപ്പോ മുടക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കമുണ്ടായി. ഞാൻ മറ്റു വിസ്താരങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും കൃത്യമായി മാസം തോറും വിതരണം ചെയ്യുന്ന അവസ്ഥയാണ് നാം സ്വീകരിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിനാണ്
ആ പദവി. അതെങ്ങനെയാണ്? നമ്മുടെ പൊതുജന രംഗം ശക്തിപ്പെട്ടതുകൊണ്ടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിദരിദ്രർ നമ്മുടെ കേരളത്തില് 64,006 കുടുംബങ്ങൾ. ആ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യം നമ്മുടെ സർക്കാർ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി ഈ വരുന്ന നവംബർ 1 രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്ന പ്രഖ്യാപനം നാം നടത്താൻ പോവുകയാണ്. ഇവിടെ 2016 മുതൽ നാം സ്വീകരിച്ചു വരുന്നൊരു സമീപനമുണ്ട്. 2016 600 വാഗ്ദാനങ്ങളായിരുന്നു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി, അത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളായതുകൊണ്ട് ആ കാര്യങ്ങളാകെ ജനങ്ങളെ ഓരോ വർഷവും അറിയിക്കുകയായിരുന്നു. അതാണ് സർക്കാർ പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട്. അത് 21-ന് തുറന്നു. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദേശീയ തലത്തില് പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയ അവസ്ഥയാണ്. പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നേരത്തെ ഇടതുപക്ഷം ചില ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ നാഴികക്കല്ലായിട്ട് തന്നെയാണ് പഞ്ചവത്സര പദ്ധതിയെ ഇടതുപക്ഷം വിലയിരുത്തിയത്. ഇപ്പോ രാജ്യത്താകെ പഞ്ചവത്സര പദ്ധതി വേണ്ടെന്ന് വെച്ചപ്പോ കേരളം ഒരു പദനയം എന്ന നിലയിൽ തന്നെ ആ പഞ്ചവത്സര പദ്ധതി തുടരാൻ തീരുമാനിച്ചു. 2016 13-ാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പാക്കിയത്. ഇപ്പോ 14-ാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വികസന വിരുദ്ധർ പ്രചരിപ്പിച്ച ഒരു കാര്യം, കേരളത്തിന്റെ സാമ്പത്തിക രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഇവിടെ പഞ്ചവത്സര പദ്ധതി വിഹിതം വലിയ തോതിലാണ് വെട്ടിക്കുറക്കുന്നത്. അപ്പൊ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രചരണം. ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ പ്രചരണമാണ്. ഇതൊന്നും ഊഹിച്ചു പറയുന്ന കാര്യമല്ലല്ലോ, കണക്കുകളുണ്ടല്ലോ. 2025 മാർച്ച് 31 സാമ്പത്തിക വർഷത്തിന്റെ അവസാനം. ആ മാർച്ച് 31 കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും. സംസ്ഥാന വാർഷിക പദ്ധതി അടക്കൽ 2024-25 30,370 കോടി രൂപയായിരുന്നു. 30,370 കോടി രൂപയിൽ ചെലവഴിച്ചത് എത്രയാ? ചെലവഴിച്ചത് 29,224 കോടി 23 ലക്ഷം രൂപ. ഇത് പദ്ധതി അടങ്കലിന്റെ 96.23%. എവിടെയാണ് സാമ്പത്തിക തകർച്ച? എവിടെയാണ് പദ്ധതിയുടെ പണം ചെലവിടാത്ത അവസ്ഥ വരുന്നത്? ഏതൊരു കണക്കെടുത്ത് പരിശോധിച്ചാലും മാതൃകാപരമായ ചെലവുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഇപ്പോ നമ്മുടെ കേരളത്തില് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും ശക്തി ആർജിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മുടെ 2024-25 വാർഷിക പദ്ധതിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായി വകയിരുത്തിയത് 8,532 കോടി രൂപയായി. കേരളത്തിലെ തദ്ദേശ മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തിയ പണം 8,532 കോടി രൂപ. ഇവിടെ ഒന്നും നടക്കുന്നില്ല, എല്ലാം തകർന്നു പോയി.
ശുദ്ധ കടക്കണിയാണ്, സാമ്പത്തിക രംഗം തകർച്ചയാണ്. ഈ 8532 അപ്പോ ഇതെല്ലാമാണ് വസ്തുതയെങ്കിൽ ആ പണം ചെലവഴിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ചെലവഴിച്ച എത്രയെന്നറിയാം? 9452 കോടി 72 ലക്ഷം രൂപ. ഇതാണ് കേരളം. 8532 കോടി ചെലവഴിക്കേണ്ട സ്ഥാനത്താണ് 9452 കോടി 72 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ ശതമാന കണക്കിൽ കൂട്ടിയാൽ 110.79% നമ്മുടെ കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. അപ്പോ നാം സ്വീകരിക്കുന്ന ബദൽ-നയം ഈ തരത്തിലുള്ളതാണ്. അപവാദ പ്രചരണം എത്രമാത്രം പൊള്ളയാണ് എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. പഞ്ചവത്സര പദ്ധതി തുടരുക എന്ന ബദൽ-നയം നാം നടപ്പാക്കിയതിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ പറഞ്ഞത്. കോവിഡ് കാലത്ത് സ്വാഭാവികമായും തളർച്ച എല്ലായിടങ്ങളിലും ഉണ്ടായി, ഇവിടെയും ഉണ്ടായി. അതിനുശേഷം നമ്മുടെ സാമ്പത്തിക മേഖല നല്ല വളർച്ചയുടെ പാതയിലാണ്. ഇപ്പോ നടപ്പ് വിലയിൽ സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ വളർച്ച പരിശോധിച്ചാൽ 2022-23 10.72% ഇപ്പോഴേ 2023-24 കണക്കെടുത്താൽ 11.97%. ഇപ്പൊ വർധനവിലാണ് നാം നിൽക്കുന്നത്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ഉത്പാദനം നല്ല രീതിയിൽ വളർന്നു വരുന്നു. ഇനി പ്രതിശീർഷ വരുമാനം എടുത്താലോ, പ്രതിശീർഷ വരുമാനത്തിന്റെ വളർച്ച 2022-23 10.28%. അത് 23-24 ആയപ്പോ 10.86% വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കുക, പ്രത്യേക പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുക. അങ്ങനെ വന്നപ്പോ കാർഷിക അനുബന്ധ മേഖലകൾ നല്ല വളർച്ച കൈവരിച്ചു. കാർഷിക അനുബന്ധ മേഖലകൾ നേടിയ വളർച്ച എത്രയാണെന്നറിയോ? 5.61. ആ തരത്തിലുള്ള വളർച്ചയാണ് നേടിയത്. 5.61% വളർച്ച നേടിയെന്ന് പറയുമ്പോൾ കോവിഡ് കാലത്ത് തളർച്ച എന്ന് പറഞ്ഞല്ലോ, ആ ഘട്ടത്തില് -0.38%, -0.38% മാത്രമേ അന്ന് തളർച്ചയായിട്ടുണ്ടായത്. അവിടുന്നാണ് 23-24 ഉൽപാദന മേഖലയാകെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വന്നു. ഉൽപാദന മേഖലയാകെ എടുത്താൽ 5.58% വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ട്. ഇപ്പൊ വ്യവസായ മേഖലയില് നാം സ്വീകരിച്ച നടപടി അതും 2016 മുതൽ തുടർന്നു വന്നതാണ്. അതിന്റെ ഭാഗമായി നല്ല തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരിക്കും. രാജ്യത്ത് 1ാം സ്ഥാനം തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കും. ഉൽപാദന മേഖലയുടെ വളർച്ചയിൽ നല്ല പുരോഗതിയാണ് നേടാൻ നമുക്ക് കഴിഞ്ഞത്. IT രംഗമെടുത്താലും സ്റ്റാർട്ടപ്പ് മേഖല എടുത്താലും വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നമുക്ക് നടത്താനായിട്ടുള്ളത്. ഇവിടെ നിക്ഷേപത്തിന് തയ്യാറായി വരുന്നവരുടെ മുന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് പരിസ്ഥിതി നിയമങ്ങളും തൊഴിൽ സുരക്ഷാ നിയമവും കൃത്യമായി പാലിച്ചാൽ ഒരു നിക്ഷേപകന്റെ ഉദ്യമവും ചുവപ്പ് നാണയിൽ കുടുങ്ങിക്കിടക്കില്ല. ആ നിലയ്ക്ക് ഉറപ്പുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നേരത്തെ നമ്മുടെ നാടിനുണ്ടായിരുന്ന പേര് നിക്ഷേപകർ വരാത്ത സംസ്ഥാനം എന്നായിരുന്നു. അത് മാറി വലിയ തോതിൽ നിക്ഷേപകര് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബഹുരാഷ്ട്ര കമ്പനികളടക്കം വന്നു.
നമ്മൾ സേവനങ്ങൾക്ക് വേണ്ടി പലതവണ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഓൺലൈനായി നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. തൊഴിൽ സ്ഥാപനങ്ങളെയും തൊഴിലന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ബിരുദധാരികളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കാൻ ജനപങ്കാളിത്തത്തോടെ ഇടപെടൽ നടത്തിക്കൊണ്ട് തൊഴിലന്വേഷിക്കുന്നവർക്ക് നൈപുണ്യം, അതിന്റെ പരിശീലനം KDISCും അസാപും ഒക്കെ നടത്തുന്നത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുകയും പൊതുമേഖലയാകെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. കെൽട്രോൺ 1000 കോടി വിറ്റുവരവ് എന്ന അഭിമാനകരമായ നേട്ടത്തിലെത്തി നിൽക്കുകയാണ്. വൈദ്യുതി മേഖലയിലെ തടസ്സങ്ങളില്ലാത്ത വൈദ്യുതി എല്ലാ വ്യവസായങ്ങൾക്കും നൽകുന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ട്രാൻസ്മിറ്റ് പദ്ധതി നല്ല നിലക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറക്കുന്ന നിലപാട് സ്വീകരിച്ചു. നമ്മളതിനെതിരെ നിവേദനങ്ങൾ പലവട്ടം കൊടുത്തു. അവസാനം സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്. നമ്മെ ശ്വാസം മുട്ടിക്കാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക 2020-21 തനത് നികുതി വരുമാനം 47,000 കോടി രൂപയായിരുന്നു. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ നികുതി വരുമാനം ഇപ്പോൾ എത്രയാണെന്നറിയോ? 47,000 തന്നെ നിൽക്കുകയല്ല, 80,000 കോടി രൂപയാണ്. GST നടപ്പാക്കിയപ്പോൾ ഒരുപാട് വാഗ്പടയുണ്ടായി. അത് ശക്തമായി GST കൗൺസിൽ ഉന്നയിച്ചതും അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചതുമൊക്കെ അതിന്റെ മുൻപന്തിയിലാണ് കേരളം നിന്നത്. നമ്മുടെ നികുതി ഭരണ സംവിധാനം ആധുനിക സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഗുണഫലങ്ങൾ തുറന്നുള്ള കാലങ്ങളിലാണ് ഉണ്ടാകാൻ പോകുന്നത്. നികുതിയേതര വരുമാനം ഒരുപാട് കാലമായി പരിഷ്കരിക്കാതെ കിടക്കുകയായിരുന്നു. ബജറ്റിലൂടെ അതിന്റെ വരുമാനം പരിഷ്കരിക്കുന്ന നിലപാട് നാം ഇപ്പോൾ സ്വീകരിക്കുന്നു. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നു. റവന്യൂ ചെലവുകളുടെ വളർച്ചയിൽ വലിയ തോതിൽ മിതത്വം പാലിക്കുന്നു. ഈ നിലപാടാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. 2016 മുതൽ നടപ്പാക്കി വരുന്ന ബദൽ നയം നമുക്ക് തുടരേണ്ടതുണ്ട്. K4 പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും ഡിജിറ്റൽ ഉപഭോഗം സാധ്യമാക്കുന്ന നിലയാണ് വരുന്നത്. മലയോര ജനതയുടെ ഭൂമിയിലുള്ള അവകാശം കൃത്യമായി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ്. പട്ടയങ്ങൾ നല്ല രീതിയിൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ആധുനിക മാർക്കറ്റിംഗ് അവസരങ്ങളും ഒക്കെ ഇതിനായി പ്രയോജനപ്പെടുത്തുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും വളരെ പ്രാധാന്യത്തോടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ